ഹലോ മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു പുതിയ സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു ചെറിയ വർക്കിന് വേണ്ടി നമ്മൾ വന്നതാണ്. നമ്മൾ തട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി ടൈലാണ്. അപ്പോൾ തട്ട് വെച്ച് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ല. പിന്നെ അതിൻ്റെ സ്കേർട്ടിങ് വെക്കണം. അവർ പറഞ്ഞ് 4-5 സ്കേർട്ടിങ് മാത്രം മതി പറഞ്ഞ്. വീട്ടുകാർ പറഞ്ഞ് 4-5 സ്കേർട്ടിങ് മതി. അപ്പോൾ തൽക്കാലത്തേക്ക് സ്കേർട്ടിങ് വെച്ച് നിർത്തേണ്ട പരിപാടിയാണ്. കൂടിയതിന് ശേഷം ടൈല് കുറച്ച് മേലേക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഉള്ളത് സംഭവം. ഇതാണ് തട്ട്. എൽ ഷേപ്പ് തട്ടാണ്. ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ബാത്റൂമിന് ടൈൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി എടുക്കാച്ച ടൈലാണ്. വലിയ വെൻ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ടൈറ്റർ വെച്ചിട്ടാണ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റോർ റൂമാണ്, ചെറിയൊരു സ്റ്റോർ റൂം. അപ്പോൾ ഇതും കൂടി ടൈൽ വെച്ച് തീർക്കയച്ചു. അവർ പെട്ടെന്ന് കുടിയിൽ കൊള്ളിയത്. അപ്പം ബാത്റൂമും അങ്ങനെയെല്ലാം വെച്ച് സെറ്റാക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചെറിയ റൂമാണ് ഈ കാണുന്നത്. ഈ ടൈലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കിടക്കാച്ച ടൈലാണ്, നല്ല ഡിസൈനുള്ള അടിപൊളി ടൈലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ ഇനി നമുക്ക് തട്ടും കൂടി വെക്കാനുണ്ട്. അപ്പോൾ തട്ടിൻ്റെ ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടൈല് വെക്കേണ്ടതാണ്. നല്ല ഹൈറ്റിലാണ് ചുമരുള്ളത്. അടുക്കളയാണ് ഈ കാണുന്നത്. ഒരു ഞെരുപ്പൻ ഗ്രാനൈറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഇറക്കി വെച്ചത്. അടുക്കള തട്ടിന് വേണ്ടിയുള്ള ഗ്രാനൈറ്റാണ് ഈ കാണുന്നത്. ഈ ഗ്രാനൈറ്റിൻ്റെ ബാക്കുമാണ് കാണുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് സൈസാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ തട്ടിന് വരെ പിരിക്കാൻ വേണ്ടി. 12 ബെഡ്റൂമാണ് ഈ കാണുന്നത്. അപ്പം ഇതിലും ടൈല് വെക്കേണ്ടതാണ്. കിടക്കാച്ച റൂം 12 2 ബെഡ്റൂമാണ് ഈ റൂം ഈ വീട്ടിൽ ഉള്ളത്. കിടക്കാച്ചി റൂം.